ഹായ് മക്കളെ, നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ. ആ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നീറ്റിന് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കാം. ഒരു 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പോൾ ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻസ് ആക്ച്വലി എളുപ്പമാണ്. നീറ്റിനും അതേപോലെ നിങ്ങൾ JEE മെയിൻസിൻ്റെ PYQ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. നീറ്റ് 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്, അതായത് 3 ഗ്യാസ് ഉണ്ട് ABC. ആ 3 ഗ്യാസിൻ്റെയും ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ സോലുബിലിറ്റി ഓഫ് ദിസ് ഗ്യാസ് ഇൻ ദി വാട്ടർ ഫോളോസ് ദി ഓർഡർ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഹെൻറീസ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? PC = KH × സോലുബിലിറ്റി. അതായത് സോലുബിലിറ്റിക്ക് പകരം ഇവിടെ എന്താ നമ്മൾ കൊടുക്കുന്നത്? മോൾ ഫ്രാക്ഷൻ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ = P/KH. അപ്പം അതിൽ നമ്മൾ ആൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്ത്? സോലുബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KH എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം KH കൂടുമ്പം സോലുബിലിറ്റി കുറയും എന്നുള്ള പോയിന്റ് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിൽ ഏറ്റവും KH കുറവായിരിക്കാൻ നോക്കിക്കേ. KH ഏറ്റവും കുറവ് ഇയാൾക്കല്ലേ. KH കുറവുള്ള ആളുടെ സോലുബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് KH ഏറ്റവും കുറവ് ബീക്കാണ്. അപ്പോൾ സോലുബിലിറ്റി ഏറ്റവും കൂടുതലായിരിക്കുക ബീക്കാണ്. അങ്ങനത്തെ ഒറ്റ ഓപ്ഷൻ അതിലുള്ളൂ. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ B ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ബാക്കിയുള്ള ചെക്ക് ചെയ്യാം. ഏറ്റവും കുറവ് ഇയാൾക്കാണ്, പിന്നെ കുറവ് ഇതല്ലേ 35 അല്ലേ, ഏറ്റവും കൂടുതൽ 145 അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ KH ഉള്ളവരുടെ സോലുബിലിറ്റി ഏറ്റവും കുറവായിരിക്കും. ഏറ്റവും സോലുബിലിറ്റി കുറവായിരിക്കുക എക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ B ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നീറ്റ് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളൂ, എക്സ്ട്രാ വേറൊന്നും ചോദിക്കുന്നില്ല. ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അതായത് KF തന്നിട്ടുണ്ട്. ബെൻസീൻ്റെ KF 5.12 തന്നിട്ടുണ്ട്. ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഫോർ ദി സൊല്യൂഷൻ ഓഫ് മൊളാലിറ്റി തന്നിട്ടുണ്ട്. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ആ ചോദ്യം, അതായത് ΔTF ആണ് ചോദ്യം. അപ്പോൾ ΔTF = KF × മൊളാലിറ്റി ആണ് നമുക്കറിയാം അല്ലേ. ക്വസ്റ്റ്യനിൽ KF തന്നിട്ടുണ്ട്, മൊളാലിറ്റിയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ΔTF കണ്ടുപിടിച്ചാൽ മതി. എളുപ്പമല്ലേ? അപ്പോൾ KF × മൊളാലിറ്റി ആണ് ΔTF. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ 0.399 കെൽവിനാണ് കിട്ടുക. അതിന് റൗണ്ട് ഓഫ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 0.399 റൗണ്ട് ഓഫ് ചെയ്ത് എന്താ കിട്ടുക? 0.40 കെൽവിൻ കിട്ടും. ഇത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ B ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നീറ്റ് 2021 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ പ്രഷറാണ് കേട്ടോ. P ടോട്ടലാണ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് സൊല്യൂഷനാണ്? ബെൻസീനും ഒക്ടേനും ഉള്ള ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ് ചോദ്യം. അതിൽ ബെൻസീൻ്റെയും ഒക്ടേൻ്റെയും മോളാർ റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അതായത് 3 മോൾ ബെൻസീൻ ഉണ്ടെങ്കിൽ 2 മോൾ ഒക്ടേൻ ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതേപോലെ പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷറും പ്യുവർ ഒക്ടേൻ്റെ വേപ്പർ പ്രഷറും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പമല്ലേ? നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ? P ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക? P ടോട്ടൽ = P0A Ka + P0B Kb. നിങ്ങൾ പഠിച്ചതാണത്. ഇവിടെ P0A നമുക്ക് തൽക്കാലം ബെൻസീനായിട്ടും P0B തൽക്കാലം ഒക്ടേനുമായിട്ട് എടുക്കാം. അപ്പോൾ P ടോട്ടൽ, അതായത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ = പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ ഇൻറ്റു അയാളുടെ മോൾ ഫ്രാക്ഷൻ പ്ലസ് പ്യുവർ ഒക്ടേൻ്റെ വേപ്പർ പ്രഷർ ഇൻറ്റു അയാളുടെ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കിട്ടുക? മോളിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. മോളിൻ്റെ റേഷ്യോ എന്താ? ബെൻസീൻ്റെയും ഒക്ടേൻ്റെയും മോൾ റേഷ്യോ 3:2 ആണ്. അപ്പോൾ എങ്ങനെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക? മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ = മോൾ ഓഫ് ബെൻസീൻ ബൈ ടോട്ടൽ മോൾ. മോൾ ഓഫ് ബെൻസീൻ എന്താ? ടോട്ടൽ 5 ഉണ്ടെങ്കിൽ അതിൽ 3 ബെൻസീൻ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ മോൾ ഓഫ് ബെൻസീൻ 3 ആയിട്ട് എടുക്കാം. ടോട്ടൽ മോൾ എന്താ? 3 + 2 5 ആയിട്ട് എടുക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ഒക്ടേൻ എങ്ങനെ കണ്ടുപിടിക്കുക? റേഷ്യോ എന്താ? 3:2 അല്ലേ. ടോട്ടൽ 5 മോൾ ഉണ്ടെങ്കിൽ അതിൽ 2 ഒക്ടേൻ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഒക്ടേൻ = മോൾ ഓഫ് ഒക്ടേൻ ബൈ ടോട്ടൽ മോൾ, അതായത് 5. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എല്ലാം കിട്ടി. ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ട്. എത്ര? 280. അപ്പോൾ 280 × മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് പ്യുവർ ഒക്ടേൻ്റെ വേപ്പർ പ്രഷർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 420 ഇൻറ്റു അയാളുടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 336 മില്ലിമീറ്റർ HG കിട്ടും. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ D എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പേജിൽ ആക്ച്വലി എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് നിങ്ങളൊരു ചാപ്റ്റർ പഠിപ്പിച്ചതിന് ശേഷം നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും അതേപോലെ JEE ഓറിയൻറ്റഡ് ആയിട്ടുമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യും? ഇവിടെ ഓരോരോ സെക്ഷനിലായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിന് ശേഷം ഈ ഒരു യൂട്യൂബ്
പേജും നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. കാരണം ഇത് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു സെക്ഷനിൽ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും വരും. ആൾറെഡി കുറേ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കുക, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് വേറെ സെക്ഷനിൽ വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.